measure 3/4 ആണ്. So 3/4 radian is equal to 3/4 into 180 by pi degree ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പൈ ഉണ്ട്, പൈക്ക് പകരം നമുക്ക് 22/7 എന്ന് കൊടുക്കാം. സോ 3/4 into 180 by 22/7. ഓക്കെ, സോ 3/4 into കോമ്പൗണ്ട് ഫ്രാക്ഷൻ ആണ്, 7 മുകളിലേക്ക് പോകും. സോ വി ഹാവ് 180 into 7/22. സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് മുകളിൽ 180 ഉണ്ട്, താഴെ 22 ഉണ്ട്. ഇത് രണ്ടും 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ രണ്ടിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 180നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 90 കിട്ടും. 22നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 കിട്ടും. എഗെയിൻ നമുക്ക് 90യും 4ഉം ഉണ്ട്, രണ്ടും 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 90നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45 വരും. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും. ഓക്കെ, അപ്പൊ ഇനി മുകളിലുള്ള 3യോ 45ഓ 7ഓ 2ന്റെയോ 11ന്റെയോ മൾട്ടിപ്പിൾസ് അല്ല. സോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ന്യൂമറേറ്ററുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 45 into 7. 3 into 7 21 ആണ്. 21നെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 45 into 21. 5 into 1 5. 4 into 1 4. 5 into 2 10. 1 will be carried forward. 4 into 2 8 plus 1 9. So we have 945. So 945 by 2 into 11 22 degree. നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ രൂപത്തിലാണ് ഡിഗ്രി മെഷർ കിട്ടിയിരിക്കുന്നത്. സോ അതിനെ നമ്മൾ മിക്സഡ് ഫോമിലേക്ക് മാറ്റണം. 945നെ 22 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 945നെ 22 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് 94 ആണ് എടുക്കേണ്ടത്. 22നേക്കാളും വലിയ നമ്പർ ഡിവിഡൻറ്റിൽ 94 ആണ്. സോ 94ന്റെ തൊട്ട് താഴെയുള്ള 22ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 88 ആവും. ഓക്കെ, 4 into 22 ആണ് 88. 94ൽ നിന്ന് 88 മൈനസ് ചെയ്താൽ നമുക്ക് 6 എന്ന് കിട്ടും. സോ നമ്മൾ അടുത്ത നമ്പർ എഴുതുന്നു 65. ഓക്കെ, പിന്നെ അടുത്ത നോക്കുക. 65ന്റെ താഴെയുള്ള 22ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 66 ആവും. അപ്പൊ അതല്ല, ഇപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 44 വരും. നമുക്ക് 21 എന്ന റിമൈൻഡർ കിട്ടും. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോഷ്യന്റ് 42 പ്ലസ് remainder 21 by divisor 22 degree. Okay, അപ്പോൾ ഇവിടെ ഓൾ പാർട്ട് കിട്ടി, സെപ്പറേറ്റ് ആക്കാം. സോ വി ഹാവ് 42 ഡിഗ്രി പ്ലസ് 21/22 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഈ ഫ്രാക്ഷൻ ഫോമിലുള്ള ഡിഗ്രീനെ പ്രോപ്പർ ഫ്രാക്ഷനായി. ഓക്കെ, ഇംപ്രോപ്പർ അല്ല. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും വലുതാണെങ്കിലാണ് നമ്മൾ ഈ രൂപത്തിൽ എഴുതുക. ഇവിടെ നോക്കുക, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതാണ്. പ്രോപ്പർ ഫ്രാക്ഷൻ ഫോം ആണിത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇതിന് അടുത്ത മെഷറിലേക്ക് മാറ്റാം. ഡിഗ്രിയാണ്, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള മെഷർ മിനിറ്റ് ആണ്. സോ നമുക്ക് ഇതിനെ മിനിറ്റിലേക്ക് മാറ്റാം. സോ വി നോ ദാറ്റ് 1 ഡിഗ്രി ആണ് 60 മിനിറ്റ്. നമുക്ക് മിനിറ്റിലേക്കാണ് മാറ്റേണ്ടത്. സോ നമുക്ക് ഡിഗ്രീനെ മിനിറ്റിലോട്ടുമായിട്ടുള്ള റിലേഷൻ നമുക്കറിയാം. 1 ഡിഗ്രി 60 മിനിറ്റ്. ഇവിടെ നമുക്കുള്ളത് 21/22 ഡിഗ്രി ആണ്. സോ അതിനെ മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ 60നെ 21/22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 60 മിനിറ്റ് എന്ന് വരും. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നതാണ് എപ്പോഴും നല്ലത് കാൽക്കുലേഷനിൽ. സോ 60 ഉണ്ട് മുകളിൽ, താഴെ 22 ഉണ്ട്. രണ്ടിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 22നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 വരും. 60നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 വരും. ഓക്കെ, ഇനി 21 into 30. 21നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 630 എന്നാണ് വരിക. സോ 630/11 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 42 ഡിഗ്രി ഉണ്ട് പ്ലസ് 21/22 ഡിഗ്രിനെ എങ്ങനെ എഴുതാം? 630/11 മിനിറ്റ് എന്ന് എഴുതാം. സോ ഇത് ഇംപ്രോപ്പർ ആണ്. അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 630നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ 5 into 11 55. 8 0 80. 7 into 11 77. ബാക്കി 3. ഓക്കെ, അപ്പൊ ഇതിനെങ്ങനെ എഴുതും? 42 ഡിഗ്രി പ്ലസ് ഇതിനെ 57 കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ 3 by divisor 11 minute. Okay, so this is equal to 42 degree 57 minute plus 3/11 minute.
അപ്പോൾ പ്രോപ്പർ ഫോമിലുള്ള മിനിറ്റിന്റെ മെഷറാണ് കിട്ടിയത്. സോ അതിനെ നമ്മൾ ഏത് രീതിയിലേക്ക് എഴുതണം? സെക്കൻഡിലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, സോ നമുക്കറിയാം 1 മിനിറ്റ് ഇസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ് ആണ്. ഇവിടെ എത്ര മിനിറ്റാണ് ഉള്ളത്? 3/11 മിനിറ്റ് ആണ്. 3/11 മിനിറ്റ് സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ 3/11നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വാട്ട് യു ഗെറ്റ്? 3 into 60 180. 180/11 സെക്കൻഡ് എന്ന് കിട്ടും. സോ ഇത് 42 ഡിഗ്രി 57 മിനിറ്റ് പ്ലസ് 3/11 മിനിറ്റ് സെയിം ആസ് 180/11 സെക്കൻഡ്സ്. ഓക്കെ, അവസാന ടേമിലേക്ക് എത്തി. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. സോ നമുക്കതിനെ ഡിവൈഡ് ചെയ്തിട്ട് അപ്രോക്സിമേറ്റ് വാല്യൂ എഴുതാം. 180നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 into 11 11, 7 വരും, 70 വരും, 6 into 11 66, 4 വരും, 40 എഴുതുമ്പോൾ നമുക്ക് 3 into 3 33. അപ്പൊ 16.3 ആവുന്നു. അപ്പൊ 5നേക്കാളും താഴെയുള്ള നമ്പറാണ് 3. അപ്പൊ ആ ഭാഗം അങ്ങ് ഒഴിവാക്കാം. എന്തെഴുതിയാൽ മതി? 16 സെക്കൻഡ്സിന് ആൻസർ എഴുതിയാൽ മതി. Question on this type: convert 1/5 radian into degree. Okay, so we can write 1/5 radian, which is equal to 1/5 into 180/pi degree. Okay, so നമ്മൾ ഇവിടെ പൈക്ക് പകരം 22/7 എന്ന് കൊടുക്കും. 180/22/7. Okay, so this is equal to 1/5 into compound fraction 7 മുകളിലേക്ക് പോകും. So we have 180 into 7/22. Okay, now numerator the number 180 is there, denominator the number 5 is there. 180 can be divided by 5. Okay, so 180/5 is 36. Okay, again 36 and 22 multiples of 2, so both can be divided by 2. 36/2 is 18, 22/2 is 11. So numerator we have remaining 18 into 7. So what is 18 into 7? 8 into 7 56, 5, 1 into 7 7 plus 5 is 126. Okay, so നമുക്ക് 126/11 ഡിഗ്രി എന്ന് വരും. സോ ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് ഡിഗ്രിയിൽ നമുക്ക് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ we use long division process to write it in mixed fraction form. So 126നെ 11 കൊണ്ട് സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ തന്നെ ഡിവൈഡ് ചെയ്യും. So 1 into 11 11, 12 minus 11 is 1, so we have 16. 1 into 11 is 11, 16 minus 1 is 5. So quotient നമുക്ക് 11 ഉണ്ട്, divisor 11 and remainder 5. സോ എങ്ങനെയാണ് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ഫോമിൽ എഴുതുന്നത്? കോഷ്യന്റ് ദാറ്റ് ഇസ് 11 പ്ലസ് റിമൈൻഡർ ദാറ്റ് ഇസ് 5 ബൈ ഡിവൈസർ 11 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഹോൾ പാർട്ടിനെ നമുക്ക് 11 ഡിഗ്രി പ്ലസ് 5/11 ഡിഗ്രി. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. സോ ദിസ് ഡിഗ്രി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മിനിറ്റ്സ്. ഓക്കെ, സോ ഡിഗ്രീനെ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിഗ്രിയും മിനിറ്റും തമ്മിലുള്ള റിസൾട്ട് എഴുതുക. ഓക്കെ, സോ വാട്ട് ഇസ് ദാറ്റ് റിസൾട്ട്? 1 degree is equal to 60 minutes. സോ ഇവിടെ നമുക്കുള്ളത് 5/11 ഡിഗ്രി ആണ്. 1 5/11 ആയത് 1നെ 5/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. സോ റൈറ്റ് സൈഡിലും 5/11 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. റൈറ്റ് സൈഡിലുള്ളത് 60 ആണ്. അത്രയും മിനിറ്റ് ആണ് 5/11 ഡിഗ്രി വരിക. ഓക്കെ, സോ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. സോ ന്യൂമറേറ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 into 60 വരുമ്പോൾ 300 വരും. താഴെ 11 വരും. സോ വി ഹാവ് 300/11 മിനിറ്റ് എന്ന് വരും. സോ this is equal to 1/5 radian is equal to 11 degree plus 5/11 degree can be written as 300/11 minute. Okay, so again ഇവിടെ മിനിറ്റിൽ നമുക്കൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ട്. അതിനെ ലോങ് ഡിവിഷൻ പ്രോസസ്സിൽ മിക്സഡ് ഫോമിലേക്ക് മാറ്റാം. 300 divided by 11. 2 11s are 22. 30 minus 22 is 8.
8. So we have 80 now. So 7 into 11 is 77. Remainder 3. Okay. So this is 11 degree and we write this proper fraction quotient, that is 27 plus remainder 3 by divisor 11 minute. Okay, ഞാൻ ഇവിടെ ഇതിലൊന്നും മാറ്റം വരുത്തുന്നില്ല. ജസ്റ്റ് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ഫോമിൽ എഴുതി. സോ 11 ഡിഗ്രി. വീണ്ടും നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 27 മിനിറ്റ് പ്ലസ് 3/11 മിനിറ്റ്. ഓക്കെ, സോ നമുക്ക് ഡിഗ്രി, മിനിറ്റ്, അഗെയിൻ ഫ്രാക്ഷൻ മിനിറ്റ്സിലുണ്ട്. സോ നമ്മൾ അതിനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പം മിനിറ്റും സെക്കൻഡും തമ്മിലുള്ള റിലേഷൻ എഴുതും. വി നോ ദാറ്റ് 1 minute is equal to 60 seconds. Okay, so ഇവിടെ we have 3/11 minute. So 1നെ 3/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള 3/11 മിനിറ്റ് കിട്ടിയത്. സോ റൈറ്റ് സൈഡിലും 3/11 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. അത്രയും സെക്കൻഡ്സ് ആണ് 3/11 മിനിറ്റ് വരിക. സോ 3 into 60 180/11 സെക്കൻഡ്സ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 11 ഡിഗ്രി പ്ലസ്, ഇനി നിങ്ങൾ പ്ലസ് എഴുതിയില്ലെങ്കിലും സാറില്ല, നമുക്ക് ലാസ്റ്റ് 11 ഡിഗ്രി അവസാനത്തെ സ്റ്റെപ്പിൽ ഒഴിവാക്കിയാലും മതി. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ഒഴിവാക്കി എഴുതുകയാണ്. 27 മിനിറ്റ് പ്ലസ് ഈ 3/11 മിനിറ്റിന് പകരമായിട്ട് നമുക്ക് എന്ത് എഴുതാം? 180/11 സെക്കൻഡ്സ് എന്ന് എഴുതാം. ഓക്കെ, സോ ഇത് വീണ്ടും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അതിന് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് നമ്മൾ എത്തിയത്. സോ 180/11 ഡെസിമൽ ഫോമില് എത്ര വരും എന്ന് മനസ്സിലാക്കി അപ്രോക്സിമേറ്റ് വാല്യൂ എഴുതിയാൽ മതി. 180നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വാട്ട് യു ഗെറ്റ്? 1 into 11 11, 18 minus 11 is 7. So we have 70. 6 into 11 is 66. We have 4. So ഇനിയും കണ്ടിന്യൂ ചെയ്യാം. So we put 0 here. At the same time we put point here. Now we have 40 here. So 3 into 11 33. ഇത്രയും മതി. So 16.3 ആണ്. So point കഴിഞ്ഞിട്ടുള്ള നമ്പർ 5നേക്കാളും ചെറുതാണ്. So we can avoid that number. We can take only 16. So this is 11 degree 27 minute 16 seconds എന്നതാണ് the measure, the given radian measure in degree measure.